728 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ 3Dയുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്ലാനിലേക്ക് കടക്കാം. സിറ്റ് ഔട്ടിൻ്റെ അളവ് വരുന്നത് 285/170 സിറ്റ് ഔട്ടിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു സിറ്റിംഗ് സ്പേസ് കൊടുക്കാം കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് 410x359 ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത്. ഇവിടെ നമുക്കായിട്ട് ഒരു ചെറിയൊരു സോഫ യൂണിറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ മുകളിലായിട്ട് നമുക്കൊരു ഡൈനിങ് സ്പേസ് ആയിട്ടും യൂസ് ചെയ്യാം. ഒരു ഡൈനിങ് ടേബിൾ കൊടുക്കാനുള്ളൊരു സ്പേസും കൂടി അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 345 ബെഡ്റൂമിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു ബെഡ് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കാണിക്കാം. സൈഡ് ടേബിൾ ഇങ്ങനെ കൊടുക്കും. തൊട്ട് മുകളിലായിട്ടാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് 120x184 ടോയ്ലറ്റിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ആയിട്ട് നമുക്കൊരു കിച്ചൻ്റെ ക്യാബിന് സെറ്റ് ചെയ്യാം. കിച്ചൻ്റെ സൈസ് വരുന്നത് 330x280 കിച്ചൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 330x280 ബെഡ്റൂമിൻ്റെ സൈസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ബെഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് പ്ലാന്. ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 728 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. എല്ലാ സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച ഒരു പ്ലാൻ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളും പ്ലാനുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ്.